സുഹൈൽ, ഈ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായോ? ഈ സാധാരണ അയൺ ഡോം ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇസ്രായേലിന് വേണ്ടി, പക്ഷേ ഈ അയൺ ഡോം പ്രവർത്തിച്ചോ? ജിംസ്, ഇന്നലെ രാത്രിയാണ് 180 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിടുന്നത്. അതിൽ ഭൂരിഭാഗവും തങ്ങൾ പ്രതിരോധിച്ചു എന്നാണ് ഇസ്രായേലിൻ്റെ വാദം. വലിയ ആളപായം ഇതിൽ ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേൽ പറയുന്നു. പക്ഷേ ഇറാൻ പറയുന്നത് 90% ബാലിസ്റ്റിക് മിസൈലുകളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ പതിച്ചു എന്നുള്ളതാണ്. പ്രധാനമായും ഇതിലൊരു സൈനിക നശീകരണമാണ് തങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത്, സിവിലിയൻ നശീകരണമല്ല. അതുകൊണ്ട് തന്നെ മൊസാദിൻ്റെ ആസ്ഥാനം, അതേപോലെ തന്നെ 3 സൈനിക കേന്ദ്രങ്ങൾ, ഇവയാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത് എന്ന് ഇറാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രങ്ങൾ അത് പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. ഈ കഴിഞ്ഞ ഈ രാത്രിയിലെ ഈ ആക്രമണം തുടങ്ങിയത് മുതലുള്ള മണിക്കൂറുകൾ വീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ ഞെട്ടിത്തരിച്ച ഒരു സമയം തന്നെയായിരുന്നു. എല്ലാ ആളുകളോടും ബങ്കറുകളിലേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചു. ആരും തന്നെ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം നൽകി. അതിനുശേഷം ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ആളപായം ഉണ്ടായിട്ടില്ല എന്നും ചില ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു കർശനമായ ഒരു മുന്നറിയിപ്പ് ഇറാന് നൽകുകയാണ്. എന്ന് മാത്രമല്ല, ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ആക്രമണമായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. വലിയ വില നൽകേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോൾ ഇറാൻ്റെ ആണവ ശക്തിയെ തകർക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇറാനിലൊരു ആണവാക്രമണത്തിന് ഇസ്രായേൽ മുതിരുമോ എന്നതടക്കമുള്ള ആശങ്ക പശ്ചിമേഷ്യയിലുണ്ട്. അതോടൊപ്പം തന്നെ ഏത് രൂപത്തിലായിരിക്കും ഈ തിരിച്ചടി എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിൽ അതിർത്തി രാജ്യങ്ങളായ ലബനാൻ, ഇറാഖ്, സിറിയ പോലെയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ വ്യോമപാത അടച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം എല്ലാവിധ സഹായവുമായി അമേരിക്ക എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. US പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകി. അയൺ ഡോം അടക്കമുള്ള സംവിധാനങ്ങൾ മുഖേന, അതോടൊപ്പം തന്നെ മെഡിറ്ററേനിയൻ കടലിൽ ഉള്ള യുദ്ധക്കപ്പലുകളിൽ നിന്നടക്കം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തടഞ്ഞിട്ടു എന്ന് അമേരിക്ക വാദിക്കുന്നു. ഒപ്പം ബ്രിട്ടനും എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു മേഖലാ യുദ്ധത്തിലേക്ക് ഇത് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, UN സെക്യൂരിറ്റി കൗൺസിലിൽ നിരവധി തവണ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ട് പോലും ഇസ്രായേൽ അതിന് തയ്യാറായിട്ടില്ല. അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലിന് ഉണ്ട്. ഒരു ഭാഗത്ത് പുറമേക്ക് ഈ മേഖലാ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു, അതേപോലെ തന്നെ വെടിനിർത്തൽ ശ്രമിക്കുന്നു എന്നെല്ലാമാണ് പുറമെയുള്ള വാർത്തകളെങ്കിലും ബില്യൺ കണക്കിന് സഹായവും ആയുധ സഹായവും അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുള്ള സഹകരണവും അമേരിക്ക ഉറപ്പാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇസ്രായേൽ ഇറാനുമേൽ തിരിച്ചടിക്കുമോ എന്നുള്ളതാണ്. തിരിച്ചടിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകും. അതല്ല, നേരത്തെ ഇറാൻ സമാനമായ ആക്രമണം ഇസ്രായേലിനുമേൽ നടത്തിയിരുന്നു. അന്ന് ഉണ്ടായതുപോലെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാതെ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളതും നോക്കുന്നു. ഏതായിരുന്നാലും ഒക്ടോബർ 7 വാർഷിക ദിനം വരികയാണ്. അതിനു മുമ്പ് ഇറാനെയും ഇറാൻ്റെ പ്രോക്സി സംഘടനകളെയും ആകെ നശിപ്പിച്ചു എന്ന ഒരു ഇമേജ് ഉണ്ടാക്കി ഈ യുദ്ധവിജയം ആഘോഷിക്കാനുള്ള ഒരു ശ്രമത്തിലാണോ നെതന്യാഹു എന്നുള്ള ചർച്ചയും ഉയർന്നു വരുന്നുണ്ട്.